ആധുനിക ലോകത്ത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകൾ, ആകുലതകൾ, ഭീതിപ്പെടുത്തലുകൾ ഇതെല്ലാം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയാത്തവരായി ആരും ഈ സദസ്സിലില്ല. പത്രകോളങ്ങളിലൂടെ, ചാനലുകളിലൂടെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട്. വിശിഷ്യ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി മിമ്പറുകളുടെ ചുവട്ടിൽ വരെ, പള്ളിയുടെ ഉള്ളിൽ വരെ, സമാധാനത്തിന്റെ ഭവനത്തിൽ വരെ കയറി വെട്ടിനുറുക്കി കൊന്ന് യാതൊരു നിലക്കും സമാധാനം നൽകാത്ത വിധം കാസർഗോഡ് ജില്ലയൊക്കെ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല ആളുകളും വികാരം കൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു സന്ദർഭത്തിൽ നാം ആദ്യം അറിയേണ്ടത്, ലോകം ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിട്ടുള്ളൊരു സംഗതിയല്ല. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു സമുദായം 10-15 കൊല്ലം മുമ്പ് ലോകത്തുണ്ടാവുകയും അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഒരു ജനതയല്ല നമ്മൾ. ചരിത്രത്തിൽ ഞാൻ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഒന്നാമതായി, മുസ്ലിമീങ്ങൾക്ക് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സൂറത്ത് ബഖറയിൽ പറയുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായം 165. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒരു യഥാർത്ഥ മുഅ്മിന് ഏറ്റവും കഠിനമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കും. ആ സ്നേഹം വളരെ ശക്തമായിരിക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. യഥാർത്ഥ വിശ്വാസിയാണോ അവന് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം. പിന്നെ പടച്ചോനിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അപാരമായ ഒരു സംഗതിയാണ്. നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥന ആയുധമായി എത്ര പേർ ഗൗരവമായി കാണാറുണ്ട്? പ്രാർത്ഥന എന്നത് അപാരമായ ഒരു ആയുധമായി കാണുന്ന എത്ര ആളുകളുണ്ട്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് ചെയ്യേണ്ടത്, അതിലാണ് വിജയം, അതാണ് തൗഹീദ് എന്ന് ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള എത്ര ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്? അവിടെ നിങ്ങളോട് പറയണേ, അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വളരെ ചെറിയൊരു അധ്യായം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നമ്മളെല്ലാവർക്കും അറിയില്ലേ അത് അധ്യായം? എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവർക്കും അതിന്റെ ആശയം അറിഞ്ഞൂടാ. ആ അധ്യായത്തിൽ അള്ളാഹു വളരെ ഗൗരവമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അത് ഏറെ പ്രസക്തമാണ്. ഇന്നത്തെ ദിവസം ഈ കാലത്ത് അത് ഏറെ പ്രസക്തമാണ്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നിട്ട വൈക്കോൽ കൂട്ടങ്ങളെപ്പോലെ അവരെ ആക്കിക്കളഞ്ഞു. പശു തിന്നിട്ട വൈക്കോൽ കൂട്ടത്തിന്റെ അവസ്ഥ എന്താ? അങ്ങനെ അവരെ ആക്കിക്കളഞ്ഞു. ആരെ ആക്കിക്കളഞ്ഞേ? കഅബാലയം പൊളിക്കാൻ അബ്രഹത്തും കൂട്ടരും വലിയ ആനയുമായിട്ടാണ് വരുന്നത്. ആനയുടെ വലിപ്പറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഒരുപാട് ആനകളെയുമായി അള്ളാഹുവിന്റെ കാബം പൊളിക്കാൻ വരികയാണ് അവര്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ച എങ്ങനെ? ചെറിയ പക്ഷികൾ. ആന എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കണം, പക്ഷിയുടെ ചെറുപ്പം മനസ്സിലാക്കുമ്പോൾ ഗൗരവം മനസ്സിലാകുക. അള്ളാഹ്ക്ക് ഇതെന്താ സംഗതി? ആ ചെറിയ പക്ഷിയുടെ അതിനേക്കാൾ ചെറുതാണ് ഏത്? അതിന്റെ കൊക്ക്. സത്യല്ലേ? ആ കൊക്കിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ കല്ല്. അതുകൊണ്ടാണ് ആരെ നശിപ്പിച്ചത്? വലിയ ബടാജാതി ആനകളെ അള്ളാഹ് നശിപ്പിച്ച്. എന്തേ ഇപ്പൊ ഇതിൽ മനസ്സിലായത്? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതെ, നിങ്ങൾ ഇവരെല്ലാരും ആദിത്യവും ഈ സാധനവും സംഗതിയും ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആരും ബേജാറാണ്ട്. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, അത് മതി. ആ അള്ളാഹുലാണ് നമ്മൾ വിശ്വസിച്ചത്, അല്ലേ? ആ അള്ളാഹ് ജീവിച്ചിരിപ്പില്ലേ? ഇല്ലേ? ഉണ്ട്. എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും നമ്മളെ അങ്ങനെ കാര്യമായി പരിഗണിക്കാത്തത് എന്താ? അതിനെന്തോ ഒരു കാരണം ഉണ്ടല്ലേ? അതെന്താ കാരണം? ആ കാരണം നമ്മൾ മനസ്സിലാക്കി. എന്നോട് കഴിഞ്ഞ ഒരാഴ്ച ഒരാൾ പറഞ്ഞ്, ഫാസിസൊക്കെ ഇങ്ങനെ അതിന്റെ ദമസ്തങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഐക്യപ്പെടില്ലേ നല്ലത്? കുറെ ആൾക്കാരുണ്ടായാലല്ലേ നല്ലത്? ഞാനൊരു ഐക്യത്തെ കുറ്റപ്പെടുത്തല്, ഞാൻ അതിന്റെ ഒരു മർമ്മം പറയാം. ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ അള്ളാഹ് പറയുന്നത്. നിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായാൽ രക്ഷപ്പെടുന്ന അള്ളാഹ് ഖുർആനിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അംഗസംഖ്യ കുറഞ്ഞത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറഞ്ഞു ഒരു ഖുർആനിക വചനം, ഒരൊറ്റ ഹദീസ് ലോകത്തുണ്ടോ? ഇല്ല. നിങ്ങൾ എല്ലാവരും ഓർത്തെടുത്ത് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാലിൽ പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങൾ 20 പേരുണ്ടായാൽ മതി, പക്ഷെ നിങ്ങളെ കണ്ടീഷൻ എന്താ അറിയോ?
ഭയങ്കര മസിലി, കരാട്ടെ, ഗുൻഫു ഇതൊക്കെ ഉള്ള 20 പേരുണ്ടായ മദീന അല്ല, ഈമാനുള്ള 20 പേരുണ്ടായാൽ മതി. 200 പേരെ നിങ്ങൾക്ക് അതിജയിക്കാം. ഈമാനുള്ള 200 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 അതിജയിക്കാം. അല്ലേ? സത്യല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജനിക്കുന്ന ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കിയ ആളായിരുന്നു ഒരു ഫിറൗന്. സത്യല്ലേ? ആണ്. വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിറൗന യസൂമുനകും സുഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫി ദാലികും ബലാഉം മിർ റബ്ബികും അദീം. സൂറത്ത് ബഖറയിലെ 49, 50, 51 വചനം നിങ്ങൾ എടുത്തു നോക്ക്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ ആണുങ്ങളെ അറുകൊല ചെയ്യുന്ന ക്രൂരനായ ഫിറൗന്റെ മുമ്പിലൂടെ ഒരു പെട്ടി ഒഴുകിപ്പോയപ്പോ ഭാര്യയോടുള്ള മഹബത്തിന്റെ ആഴവും പരപ്പുങ്ങൾ ആലോചിച്ച് നോക്കി. ആൺകുട്ടിയെന്ന് മനസ്സിലായി. ഭാര്യനോടുള്ള ഇഷ്ടം കൊണ്ട് ഫിറൗന് അനുവദിക്കുകയാണ്. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബീനെ വളർത്തിയ അള്ളന്ന് ജീവിച്ചിരിപ്പില്ലേ? അല്ലേ? നമ്മളെന്ന് വേണ്ടി അവിടെ നിന്നാള് മുഖ്യമന്ത്രി, ഇവിടെ നിന്നാള് മുഖ്യമന്ത്രി, ഒലക്കെ നല്ല ടൈപ്പിലാണ്, ഒലക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്. എന്ത് കുന്തായിക്കോട്ടെ, അള്ളാന്റെ മുമ്പിൽ എന്താ ഇത്? പടച്ചവന്റെ മുമ്പിൽ എന്താ ഇത്? ചരിത്രം മുഴുവൻ പരിശോധിച്ചു നോക്കി. ചരിത്രം മുഴുവൻ 313 ആളുകൾ യുദ്ധത്തില്, 1000 ആളുകൾ സർവായുധ ഭൂഷികളായ 1000 ആളുകൾ. അള്ളാഹ് സഹായിച്ചില്ലേ? അതിനേക്കാൾ കൂടുതൽ അംഗസംഖ്യ ഉണ്ടായിരുന്നു എപ്പോ? ഉഹുദില്. എന്നിട്ട് തോറ്റില്ലേ? എന്താ തോക്കാൻ കാരണം? റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. ജയിക്കേണ്ട മാനദണ്ഡം എന്താ? ഈമാനാണ്. ഈമാന്റെ ഭാഗമാണ് റസൂലുള്ളാഹിനെ അനുസരിക്കുക എന്നുള്ളത്. ശരിയല്ലേ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. അതില്ലേ എന്താ സംഭവിക്കുക? ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. സൂറത്ത് നൂറ് 24-ാം അധ്യായം 63-ാമത്തെ വചനം, 4-ാം അധ്യായം 65-ാമത്തെ വചനം. അതിന്റെ അർത്ഥം റസൂലിനെ ധിക്കരിച്ച ദുനിയാവ് തന്നെ നിങ്ങൾക്ക് ചില പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണം അവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ കുതിര കയറുന്നവരാണ് മുസ്ലിങ്ങളുടെ നല്ലൊരു ശതമാനം ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി പറയുന്നത്, ഭക്ഷണ തലികയിലേക്ക് കഴുകന്മാർ വന്നു പോകുന്ന പോലെ എന്റെ ഉമ്മത്തിന് നേരെ ഇതര രാഷ്ട്രത്തിലെ ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിനെ റാഞ്ചി എടുക്കാറാവും. ഒന്ന് സഹാബത്ത് ചോദിച്ച ചോദ്യം എന്താ അറിയോ? ഒരു എണ്ണത്ത് കുറവായിരിക്കുമോ എന്ന്. എല്ലാരും വിചാരിക്കുന്നത് എണ്ണം കൂടിയാൽ രക്ഷപ്പെടും, എണ്ണത്ത് കൂടുതലായിരിക്കുമോ എന്ന്. റസൂലുള്ളാഹിന്റെ ബൽ അൻതും കസീർ. അല്ല, ഒരു ധാരാളം ആളുണ്ടാവും. പിന്നെ എന്തേ പോലെ കുഴപ്പം? ഹബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള മഹബത്ത്. അവിടെ ഈ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? എണ്ണത്ത് കൂടുതലൊന്നും ആയിരിക്കില്ല. ഈ 2 രോഗങ്ങൾക്ക് ഉണ്ടാവും. ഈ 2 രോഗമുള്ള കുറെ എണ്ണ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ 2 രോഗമുള്ള കുറെ ആളുണ്ടായിട്ട് കാര്യമില്ല. ഈമാനുള്ളവര്. നിങ്ങൾക്ക് എന്തിനു? ചെങ്കിസ് ഖാന്റെ പട്ടാളം താർത്താരികൾ മംഗോളിയ ആക്രമിക്കാൻ വന്നപ്പോ 17 മുസ്ലിമിനെതിരായ ശത്രു ഒറ്റൊരുത്തൻ. ഓന്റെ മുമ്പിൽ പകച്ചെന്നില്ലേ 17 മുസ്ലിങ്ങൾ? 17 അതിലൊരുത്തൻ ചോദിച്ചു, നമ്മൾ 17 ആളല്ലേ, ഓൻ ഒരുത്തനല്ലേ ഉള്ളൂ. ഒരു മുസ്ലിമിനോട് പറഞ്ഞു, ഇവിടെ കിടക്കിന്റെ കയ്യിൽ ആയുധല്ല, ഞാൻ വരുന്നവരെ ഇവിടെ കടന്നു. അവിടെ കടന്നു കൊടുത്തില്ലേ? ആ ജാതി പതിതത്വം മുസ്ലിങ്ങൾക്ക് ലോകത്തുണ്ടായ ഓൻ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹ് കൂടെ ഉണ്ടെന്നാണോ? തോൽപ്പിക്കാൻ പറ്റില്ല. നോക്കേ, ചെങ്കടലും ഫിറോന്റെ കൂട്ടരും ഇങ്ങനെ, അതിന്റെ നടുവിൽ മൂസാ നബിയും കുറച്ച് ആളുകളും. മൂസാ നബീന്റെ കൂടെ ഉള്ളവർക്ക് അത്ര അങ്ങോട്ട് യക്കീനുണ്ടായോ? ഒരു ചോദ്യം. പിടിക്കപ്പെട്ടത് തന്നെ മൂസ, പിടിക്കപ്പെട്ടതിന് ഇനി ഒരു രക്ഷയില്ല. അവിടെ എന്താ പറയുന്നത്? ഇന്ന മഗി റബ്ബി സയ്യഹ്ദീൻ, എന്റെ റബ്ബ് ഒരു വഴി കാണിച്ചു തരും. എന്താ വഴി എന്നറിയോ മൂസാ നബിക്ക്? അത് പറയുമ്പോ ഇല്ല, റബ്ബ് വഴി കാണിക്കുന്ന ഉറപ്പാ. മൂസ കയ്യിലുള്ള വടി അങ്ങ് അടിച്ചോ, പരിഹാരം ഉണ്ടായി. ആ റബ്ബാണ് നമ്മൾ വിശ്വസിക്കുന്ന റബ്ബെങ്കിൽ ലോകത്തെന്തുണ്ടായാലും അള്ളാഹ് ഈ റസൂൽ നമ്മൾ പഠിപ്പിച്ച പോലെ ജീവിക്കൂ എങ്കിൽ അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഞാൻ. അവരുടെ എണ്ണസംഖ്യ വർധനവ് നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. ആ തിന്മയുടെ ആളുകൾ ഒന്നിച്ചു ചേരുന്നു എന്നത് നിങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ. നിങ്ങൾ മുത്തക്കികളാണെങ്കിൽ നിങ്ങൾക്കാണ് ആത്യന്തികമായ വിജയം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.